ഒരു യാത്രയിൽ കോയമ്പത്തൂർ ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും 70-ാം നമ്പർ ബസ് ഇപ്പോൾ വടവള്ളി കഴിഞ്ഞ് കൽവീരംപാളയം എന്ന സ്ഥലത്താണ്. പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരം എന്ന് പറയാം. കാടിനോടടുത്ത സ്ഥലങ്ങളായതിനാൽ ചിലപ്പോഴൊക്കെ കാട്ടാനകൾ ഇവിടെ കാണാറുണ്ട് എന്നാണ് അറിയുന്നത്. പോകുന്ന വഴിയിൽ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് ലോ കോളേജ് എന്നിങ്ങനെ ധാരാളം ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇവിടെ കാണാം. ശാന്തമായ അന്തരീക്ഷം ആയതിനാലായിരിക്കാം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 7-ാം അറുവടൈ വീട് എന്നറിയപ്പെടുന്ന മരുതമല മുരുകൻ ക്ഷേത്രത്തിലേക്ക്. ഇത് മരുതമല. ഇപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്. ഗാന്ധിപുരത്തു നിന്നും 15 കിലോമീറ്റർ ദൂരം. താമസ സൗകര്യങ്ങൾ, ചെറിയ ലോഡ്ജുകളും ധാരാളം വെജിറ്റേറിയൻ ഹോട്ടലുകളും ഉള്ള ഒരു ഗ്രാമം. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള സ്ഥലം. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് മല കയറി 3 കിലോമീറ്റർ ദൂരം. ഒരു ബസ് സ്റ്റേഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടുകൂടിയും നവീകരിച്ച പുതിയ ബസ് സ്റ്റേഷൻ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ 2 വശങ്ങളിലും സ്ത്രീകളെയും കുട്ടികളെയും ആകർഷിക്കുന്ന ധാരാളം കടകൾ. കച്ചവടം വർദ്ധിപ്പിക്കുവാൻ കസ്റ്റമേഴ്സിനോടുള്ള തന്ത്രപരമായ സമീപനം. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ പോകുന്നതിനുള്ള പ്രവേശന കവാടം. ഞാനും ക്ഷേത്രത്തിലേക്കുള്ള ബസ്സിലാണ് പോകുന്നത്. ഒരാൾക്ക് 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. 2 ബസ്സിൽ ആദ്യത്തെ ബസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. 3 കിലോമീറ്റർ ദൂരം ഇരുന്ന് സഞ്ചരിക്കാം. ഇപ്പോൾ സമയം വൈകുന്നേരം 4:45. ധാരാളം വാഹനങ്ങൾ ക്ഷേത്രത്തിലേക്ക്. വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ 50 രൂപ പാസ്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് കണ്ടോ? ദേശീയപാതയോട് ഉപമിക്കാം. എട്ട് മിനിറ്റ് കൊണ്ട് ബസ് മലമുകളിൽ ക്ഷേത്രത്തിന് മുൻപിലെത്തി. ചെരുപ്പ്, ബാഗ്, കുടകൾ എല്ലാം സൗജന്യമായി സൂക്ഷിക്കാനുള്ള ഒരു കൗണ്ടർ. പ്രശസ്തമായ മരുതമല മരുതാചലമൂർത്തിയുടെ അടുത്തേക്ക്. 1200 വർഷം പഴക്കമുള്ള ക്ഷേത്രമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളെയും പോലെ ഒരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം ഒഴികെ. പശ്ചിമഘട്ടത്തിൽ കിഴക്ക് ദർശനം വരുന്ന പോലെയാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മരുതമല 800 അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് മലയെന്ന് പറയപ്പെടുന്നു. ഇവിടെയുള്ള ഭഗവാൻ മുരുകൻ്റെ പ്രതിഷ്ഠ മരുതമല ആണ്ടവർ, മരുതാചലപതി, ദണ്ഡായുധപാണി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് പുറകിലുള്ള മലകളിൽ നിന്നും 2 അരുവികൾ ക്ഷേത്രത്തിനോട് ചേർന്ന് താഴേക്കൊഴുകുന്നു. ഒന്ന് മരുതതീർത്ഥം, മറ്റൊന്ന് സ്കന്ദതീർത്ഥം. നേരെ മുമ്പിൽ ദൂരെ കാണുന്നത് ഭഗവാൻ മുരുകൻ്റെ ആദിമൂല ക്ഷേത്രം. ക്ഷേത്രം സ്ഥാപിച്ച കാലത്ത് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം.
ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ആദ്യ ദർശനം ഈ ആദിമൂല ക്ഷേത്രത്തിലാണ്. അങ്ങനെയാണ് വിശ്വാസം. മരുതമല മുരുകൻ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പ്രധാന ആകർഷണം ദക്ഷിണേന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 18 സിദ്ധന്മാരിൽ ഒരാളായ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പാമ്പാട്ടി സിദ്ധരുടെ സാന്നിധ്യമാണ്. പാമ്പാട്ടി സിദ്ധർ തപസ്സനുഷ്ഠിച്ച ഗുഹയാണ് ഈ പടിയിറങ്ങി ചെല്ലുമ്പോൾ താഴെയുള്ളത്. അമിത ക്ഷീണവും ദാഹവും മൂലം പാമ്പാട്ടി സിദ്ധർ മരുതമരത്തിനടിയിൽ അഭയം തേടി. ഭഗവാൻ മുരുകനെ ധ്യാനിച്ച് പൂജയിലിരുന്നപ്പോൾ ഭഗവാൻ മരുതമരത്തിൻ്റെ വേരിൽ നിന്നും തീർത്ഥജലം കൊടുത്ത് സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പാമ്പാട്ടി സിദ്ധരെ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ മുരുകൻ മരുതത്തിൻ്റെയും ജലത്തിൻ്റെയും നാഥനായി മരുതാജലപതിയായി മരുതമലയിൽ വാഴുന്നു. പാമ്പാട്ടി സിദ്ധരുടെ ഗുഹയുടെ സ്ഥാനം ആദിമൂല ക്ഷേത്രത്തിൻ്റെ അടിയിലാണ്. ഗുഹയിൽ നിന്നും ആദിമൂല ക്ഷേത്രത്തിലേക്ക് ഒരു തുരങ്ക വഴി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മരുതമലയിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും പാമ്പാട്ടി സിദ്ധർ തപസ് ചെയ്ത ഈ ഗുഹയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങുക. 123 വർഷം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന പാമ്പാട്ടി സിദ്ധർ തെങ്കാശിക്കടുത്തുള്ള ശങ്കരൻ കോവിലിൽ ജീവസമാധി അടഞ്ഞു എന്നാണ് അറിയുന്നത്. മരുത തീർത്ഥത്തിൽ വെള്ളമുള്ളപ്പോൾ മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. പാമ്പാട്ടി സിദ്ധർ ഗുഹയിലേക്കുള്ള പടി ഇറങ്ങുമ്പോൾ കാണുന്ന നാഗക്ഷേത്രം. ഉപദൈവ ക്ഷേത്രം ശ്രീ പട്ടീശ്വരൻ. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് പഞ്ചവൃക്ഷം. പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന 5 മരങ്ങളുടെ അടിയിൽ 5 തലയുള്ള ഗണപതി പ്രതിഷ്ഠ. വർഷങ്ങൾക്ക് മുൻപ് 75 വയസ്സിലധികം പ്രായമുള്ള ഒരു ഇരുള ഗോത്രക്കാരൻ 5 മരങ്ങളെയും തിരിച്ചറിഞ്ഞ് അവ കൊരക്കട്ടെ, ഇഞ്ചിയാൽമരം, വക്കനൈ, ഓട്ടുമരം, പീപ്പൽ എന്നിവയാണെന്ന് പറഞ്ഞു. ഇതിൽ പീപ്പൽ മരം ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയായ സോമസ്കന്ധമൂർത്തിയെ തൊഴുവാൻ ശ്രീകോവിലേക്ക് പോകുവാനുള്ളവരുടെ വരിയാണ് ഈ കാണുന്നത്. ₹50 പ്രത്യേക പ്രവേശന പാസ് എടുത്താൽ പെട്ടെന്ന് പോയി തൊഴുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുവാനും കൈക്കൂലി കൊടുക്കണം. സമയം വൈകുന്നേരം 5:35. ക്ഷേത്രത്തിലെ ലൈറ്റുകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങി. പഞ്ചലോഹത്തിൽ തീർത്ത കൊടിമരം. കുറച്ച് ഭാഗമേ കാണാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൽ വിവിധ ഉത്സവ സമയത്ത് ഉപയോഗിക്കുന്ന തേരുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണിത്.
ഇന്ന് എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്വർണ്ണരഥത്തിൽ ഭഗവാൻ മുരുകൻ ഇരിക്കുന്നത് കാണാൻ സാധിച്ചു. ആരുടെയോ വിശേഷാൽ പൂജയായിരുന്നു. മരുതമലയിൽ നിന്ന് നമുക്ക് താഴേക്കിറങ്ങാം. നിങ്ങൾക്കറിയാമോ, ക്ഷേത്രത്തിലേക്ക് പോകാൻ 2 വഴികളുണ്ട്. സാധാരണ ഭക്തജനങ്ങൾ മരുതമലയുടെ അടിവാരത്തു നിന്നും 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ പോകും. 2 കിലോമീറ്റർ ദൂരം മുകളിലേക്ക് 5 മിനിറ്റിൽ എത്തിച്ചേരും. ഈ ബസ്സിലാണ് ഞാൻ വന്നത്. പക്ഷേ 8 മിനിറ്റായി എന്ന് മാത്രം. പ്രധാന ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള പടികൾ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദിമൂലസ്ഥാന ക്ഷേത്രം വഴിയും തിരികെ വരുമ്പോൾ ഈ പടികൾ വഴിയുമാണ് വരുന്നത്. മലകളുടെ വശങ്ങൾ ഇടിച്ചു നിരത്തി പാർക്കിംഗ് ഏരിയ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിവിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് തലമുണ്ഡനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി ആദിമൂല സ്ഥാനം വഴി പ്രവേശിക്കണം. ഇതാണ് ക്ഷേത്രത്തിലേക്ക് വരുവാനുള്ള മറ്റൊരു പരമ്പരാഗത വഴി. ഞാൻ തിരിച്ചിറങ്ങുന്നു എന്ന് മാത്രം. പടികളുടെ എണ്ണം അറിയില്ല, പക്ഷേ ധാരാളം പടികളുണ്ട്. പ്രത്യേക നേർച്ച ഉള്ളവർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ മാത്രമാണ് ഈ വഴിയിൽ പോകുന്നത്. ഭഗവാൻ മുരുകൻ വള്ളി ദൈവാനയോട് ചേർന്നുള്ള ഒരു ചെറിയ ക്ഷേത്രം. സമയം 6:37. ഇരുട്ടി തുടങ്ങി. ഇതാണ് കുതിരക്കുളമ്പ് മണ്ഡപം. ഇത് താൻ തോன்றി വിനായകർ സ്വയം ഉണ്ടായ പ്രതിഷ്ഠ എന്നാണ് തമിഴ് ഗ്രന്ഥമായ മരുതമല താന്തോന്നി പതികത്തിൽ പറയുന്നത്. 6 മണി കഴിഞ്ഞാൽ ഈ പടികൾ വഴി ആരെയും കടത്തിവിടില്ല. 2 വശവും കാടാണ്. ഗേറ്റ് അടച്ചിരുന്നു. ഇതറിയാതെയാണ് ഞാൻ ഇതുവഴി വന്നത്. ഗേറ്റിന് മുകളിൽ കൂടി ചാടേണ്ടി വന്നില്ല. ചാടാൻ സാധിക്കുകയുമില്ല. നല്ല ഉയരമുള്ള ഗേറ്റ്. ഇടതുവശത്ത് കണ്ട ഒറ്റയടി പാതയിലൂടെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നടന്നു. ഒരു ചെറിയ കെട്ടിടത്തിനിടയിലൂടെ വെളിയിൽ വന്നു. മരുതമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും വീഡിയോയും ഇഷ്ടമായോ?
ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.